ഇതിനകത്ത് അവസാനം പറഞ്ഞ് നിർത്തിയതെന്ന് ഞാൻ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ അടിയിലേക്ക് JB കോശി കമ്മീഷനെ ഓൾറെഡി എത്തിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അല്ലായിരുന്നുവെങ്കിൽ പാലോളി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നടപ്പിലാക്കാൻ കാണിച്ച തീഷ്ണത ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ എല്ലാം മൊത്തത്തിലൊന്നും നടപ്പിലാക്കപ്പെട്ടില്ലെങ്കിലും ഏറ്റവും അടിയന്തരമായി നടപ്പിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കുവാനോ ഇല്ലെങ്കിൽ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കുവാനോ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുവാനോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുവാനോ ഗവൺമെന്റ് തയ്യാറാകുമായിരുന്നു. എനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഇവിടെ തീർക്കാനുണ്ട്. 80-20 കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പല ചർച്ചകളിലാണെങ്കിലും നമ്മൾ പറയാറുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അപ്പീല്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ അപ്പീല് പോയിട്ടുണ്ട്. അതിൽ പരാതിക്കാരന്റെ അതായത് അപ്പലൻസിന്റെ 8 അപ്പീലുകളാണ് പെൻഡിങ് നിൽക്കുന്നത് സുപ്രീം കോടതിയിൽ. മറ്റു പലരുടെയും പ്രഷർ അതിനകത്തുണ്ട്. ന്യൂനപക്ഷങ്ങളിലെ പ്രബല മതവിഭാഗത്തിന്റെ സപ്പോർട്ടും പിന്തുണയും അവരുടെ പ്രഷറും അതിന്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സുപ്രീം കോടതി ആ വിധി സ്റ്റേ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ 80-20 വിധിക്ക് ശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിസഭ കൂടി ആ 80-20 അനുപാതത്തെ ജനസംഖ്യാ അനുപാതികമായി മാറ്റുകയും നമുക്ക് 2011 ജനസംഖ്യ പ്രകാരമുള്ള രീതിയിൽ ക്രൈസ്തവ, മുസ്ലിം അതോടൊപ്പം തന്നെ മറ്റ് 4 ഡിനോമിനേഷനുകൾക്കും വീതം വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം 40.87%, ഏകദേശം 41% ക്രൈസ്തവ സമൂഹത്തിന് കിട്ടുന്നത്. ആ സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട വിധിയിലെ ആ ജനസംഖ്യാനുപാതികമായ അനുപാതം നിരക്കാണ് നിലവിൽ ആ വിധിക്ക് ശേഷം കേരളത്തിൽ തുടരുന്നത്. കാരണം അതിനകത്ത് സ്റ്റേ ഇല്ല. ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന് ആ സ്റ്റേ ഇല്ല എന്നുള്ള വിവരം അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ നമുക്ക് 2021 കോടതി വിധിക്ക് ശേഷം ജനസംഖ്യാനുപാതികമായിട്ടാണ് സ്കോളർഷിപ്പുകളുടെ വിതരണം നടക്കുന്നത്. മറ്റു പദ്ധതികളിൽ നേരെ തിരിച്ചാണ്. മറ്റു പദ്ധതികളിലൊന്നും അങ്ങനെ ഒരു അനുപാതത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള ഖേദകരമായ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ JB കോശി കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കോശി കമ്മീഷന്റെ തുടക്കം തൊട്ട് തന്നെ ഈ വലിയൊരു പ്രതിസന്ധി മുന്നിൽ നിൽപ്പുണ്ട്. ഇതിന്റെ പുറകിലുള്ള പൊളിറ്റിക്കൽ പ്രഷർ വ്യക്തമായിരുന്നു. കാരണം കോശി കമ്മീഷനെ നിയമിച്ചതിന് ശേഷം ഓഫീസ് പോലും അനുവദിക്കാതെ, ഓഫീസിൽ ഒരു സെക്രട്ടറിയും കൂടെ അനുവദിച്ചിട്ട് അവിടെ ക്ലർക്കുമാരെ അനുവദിക്കാതെ, മറ്റ് സ്റ്റാഫുകളെ കൊടുക്കാതെ, പേപ്പർ വാങ്ങാൻ പോലും പണം കൊടുക്കാതെ ഒരു പ്രിന്റർ 8 മാസക്കാലം ആ കമ്മീഷനെ വെറുതെ നോക്കുകുത്തിയാക്കി നിന്നു. 1 വർഷത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട കമ്മീഷനാണ്. അന്ന് മുതൽ തന്നെ ഈ പൊളിറ്റിക്കൽ പ്രഷർ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളിലെ പ്രബല വിഭാഗത്തിന്റെ സമ്മർദ്ദം ഗവൺമെന്റിന്റെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അത് നമുക്ക് ഊട്ടി ഉറപ്പിച്ചു തന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രിയിൽ നിന്നും അത് വീണ്ടും പ്രബല ന്യൂനപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അബ്ദുൾ റഹ്മാൻ സാഹിബിലേക്ക് അത് പോയതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളൊരു തെളിവ്. അത്രമാത്രം സമ്മർദ്ദത്തിന് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ പോലും അടിമപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോഴും JB കോശി കമ്മീഷൻ വെളിച്ചം കാണുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ JB കോശി കമ്മീഷന് റഫറൻസിന് കൊടുത്തത് വിദ്യാഭ്യാസം, ക്ഷേമം അടക്കമുള്ള വിഷയങ്ങളായിരുന്നു. അപ്പോൾ ഇത് പര്യാപ്തമായിരുന്നോ എന്നുള്ള ചോദ്യം പോലും നമുക്ക് ശരിക്കും ചോദിക്കേണ്ടി വരികയല്ലേ? ശരിക്കും ഒരു രീതിയിൽ അതിനകത്ത് നമ്മുടെ വിഷയങ്ങൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെങ്കിലും കോശി കമ്മീഷൻ കൃത്യമായിട്ട് എല്ലാ മേഖലകളിലേക്ക് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതിനെ നമ്മളെ ബലപ്പെടുത്തുന്ന കാരണം അവരുടെ കയ്യിലേക്ക് എത്തപ്പെട്ട 5 ലക്ഷത്തിലധികം പരാതികളാണ്. അതായത് കത്തോലിക്ക സഭ, ക്രൈസ്തവ സമൂഹം മൊത്തത്തില്, രൂപതകള് അല്ലെങ്കിൽ സഭകള് ഒന്നിച്ചും അതോടൊപ്പം തന്നെ വ്യക്തികളും ധാരാളം പരാതികൾ, വളരെ നന്നായിട്ട് പഠിച്ച, വളരെ സ്റ്റാറ്റിക്സ് ഒക്കെ ഉള്ള നല്ല റിപ്പോർട്ടുകള്, നല്ല പഠന രേഖകള് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിനപ്പുറത്തേക്ക് ഈ 3 മേഖലകളിലും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായ മേഖലകളിലേക്ക് കോശി കമ്മീഷൻ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവര് മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുന്നത്. കാരണം ഇത് അവരുടെ കൈകളിലേക്ക് എത്തപ്പെടേണ്ടവരുടെ കൈകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അതിനകത്തെ കണ്ടന്റും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വെളിച്ചം കാണാതിരിക്കാൻ വേണ്ടി ഈ മറ്റു ഒരു സമ്മർദ്ദം ഗവൺമെന്റിന്റെ മേലെ ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോബിൻ. ഓക്കെ.